ഏകദേശം നമ്മൾ വീടിൻ്റെ ഒരു റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടം നമുക്ക് പറയില്ലേ, അവസാന ഘട്ടമല്ല കേട്ടോ, അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വീട് ചെതലൊക്കെ കയറിയിട്ടുണ്ട്. വീട് ചെതല് ചില്ലറ ഒരു ചെതലൊന്നല്ല. നമുക്ക് ഇന്ന് ലെവലാക്കണം, അടിപൊളിയാക്കണം. എല്ലാവർക്കും ഓണൊക്കെ എത്തിയില്ലേ? പൂക്കളൊക്കെ ഇടുന്നുണ്ടോ? പൂക്കളം ഇട്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ കുറേ കാര്യങ്ങളുണ്ട്, പിന്നീട് ഞാൻ പറയാം. തൽക്കാലത്ത് ഞാനിത് മുക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഇനി കഴുകട്ടെ. ബാക്കി വീഡിയോ ഒപ്പം കട്ട് ചെയ്തിടുന്നതായിരിക്കും. ഓക്കെ, ഡൺ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒരു ഇതൊക്കെ ലെവലാക്കി കഴിഞ്ഞു. നമ്മൾ കട്ടിലിൻ്റെ മുകളിൽ ബെഡ് ഇടുന്നതിന് മുന്നേ നമ്മൾ ചെറിയ പരിപാടി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലൈവുഡിൻ്റെ ബെഡ് ആയതുകൊണ്ടേ നാശമാവാതിരിക്കാൻ ആദ്യം സംഭവം വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ബെഡ് എടുക്കും. നമ്മുടെ ബെഡ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതങ്ങനെ ബെഡ് നമ്മൾ റെഡിയാക്കിയിട്ട് കഴിഞ്ഞു. നമ്മളിതിൻ്റെ മുകളിൽ വിരിക്കണ്ട അടിപൊളിയായിട്ട്. അതിന് നമ്മൾ വിരിപ്പൊക്കെ എടുക്കട്ടെ കേട്ടോ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു സംഭവം പരിചയപ്പെടുത്തരാം. അതായത് വർഷങ്ങൾക്ക് മുന്നേ, ഒരു ഏകദേശം 10 കൊല്ലം എന്ന് വേണമെങ്കിൽ പറയാം. ആ 10 കൊല്ലം മുന്നുള്ളത് എൻ്റെ സംഭവം. ആ 10 കൊല്ലം മുന്നത്തെ എൻ്റെ ഒരു ഫോട്ടോ ഞാനവിടെ ചേർക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന രുദ്രാക്ഷമാലയാണ് ഇത്, കണ്ടോ? 10 കൊല്ലം മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്ന ഏകദേശം 100ന് മുകളിൽ മണിയുള്ള രുദ്രാക്ഷമാല. അതേപോലെ തന്നെ കഴുത്തിലെ മാല ആയിരുന്നുണ്ട്. തലയോട്ടി പോലത്തെ എല്ലിൻ്റെ ഇതൊക്കെ ഇട്ടുള്ള സംഭവമായിരുന്നുണ്ടായിരുന്നു. ഞാനെല്ലാം ഒഴിവാക്കിയത്. ഓക്കെ, ഇനി അടുത്തൊരു സംഭവം ഞാൻ അടുത്ത് കാണിച്ചു തരാൻ പോണത്. ഇത് എൻ്റെ ഫസ്റ്റ് ഞാൻ മുടി വളർത്തിയിരുന്ന മുടിയാണിത്. ഞാൻ ഇന്നും ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുനടക്കണം. കവറൊക്കെ ദ്രവിച്ച് കണ്ടോ? കവറൊക്കെ കണ്ടോ? ദ്രവിച്ച് പൊടിഞ്ഞിട്ടാണ് പോണത്. അത് നമുക്കൊക്കെ ഓരോ ഓർമ്മകളാണ്. അന്ന് ഞാൻ മുടി വളർത്തി നടക്കുന്ന സമയത്ത് ഇന്നത്തെ ഫ്രീക്കന്മാരൊന്നും ഇല്ല. അന്ന് ഞാൻ കള്ളും കഞ്ചാവെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നൊക്കെ ഫ്രീക്കായില്ലേ? മറ്റേ മുടിയൻ്റെ തല കണ്ടില്ലേ, മറ്റേ ഫ്ലവേഴ്സിലെ ഉപ്പുമുളകിലെ ഇങ്ങനെയൊക്കെയാണ്. അതിനേക്കാൾ മുന്നേ വളർത്തിയിരുന്ന ആളായിരുന്നു ഞാൻ. പിന്നെ അതൊക്കെ ട്രെൻഡായപ്പോൾ എനിക്കിപ്പോൾ മുടി ഇല്ലാണ്ട് ഏത് അതാണ് അതിൻ്റെ സംഭവം. ഞാൻ വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പം അങ്ങനെ